സ്റ്റെല്ല എഴുന്നേറ്റതും നീണ്ട ചുരുണ്ട മുടി ഇന്ദ്രന്റെ മുഖത്തൂടെ ഉരസി നീങ്ങി. അവൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. കാച്ചെണ്ണയുടെ മണം നുകർന്നുകൊണ്ട് കുറച്ചു സമയം ആ കിടപ്പ് കിടന്നു. സ്റ്റെല്ല വീണ്ടും അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഊണൊക്കെ കാലമായിരുന്നു. അച്ചമ്മ അതെല്ലാം എടുത്ത് രുചിച്ചു നോക്കി നിൽക്കുകയാണ്. മോളെ, ഇന്ദ്രനെ വിളിക്ക്, നമുക്ക് കഴിക്കാം. അവര് പറഞ്ഞതും സ്റ്റെല്ല മുറിയിലേക്ക് ചെന്നു. ഇന്ദ്രൻ അപ്പോഴും ബെഡിൽ കിടക്കുകയാണ്. സ്റ്റെല്ല വന്ന് നോക്കിയപ്പോൾ അവൻ ഉറങ്ങുകയാണെന്ന് കരുതി. അവൾ പതിയെ അടുത്തേക്ക് ചെന്നു മുഖം താഴ്ത്തി. എന്നിട്ട് അവൻ്റെ തോളിൽ മെല്ലെ തട്ടിയതും അവൻ പെട്ടെന്ന് ഞെട്ടി കണ്ണ് തുറന്നു നോക്കി. അച്ചമ്മ ഊണ് കഴിക്കാൻ വിളിച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞു, വരുവാ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. തൻ്റെ കാവ്യമുണ്ട് ഒന്ന് അഴിച്ചു മുറുക്കി കൊടുത്തു. തൻ്റെ മുന്നിൽ നടന്നു പോകുന്നവളെ പിടിച്ച് ശരീരത്തോട് ചേർത്ത് അവളുടെ അണിവയറിനെ ഇരു കൈകൾ കൊണ്ടും ബന്ധിച്ചു. എന്നിട്ട് അവളുടെ ചുരുണ്ട മുടിക്കുള്ളിൽ മുഖം പൂഴ്ത്തി ശ്വാസം എടുത്തു വലിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ സ്റ്റെല്ല അടിമുടി വിറച്ചുപോയി. അടിവയറ്റിൽ എന്തോ കൊള്ളിയാൻ മിന്നും പോലെ അവൾക്ക് തോന്നി. തിരിയാൻ പോലും സമ്മതിക്കാതെ കൊണ്ട് അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. അച്ചമ്മയുടെ ശബ്ദം അപ്പുറത്തെവിടെ നിന്നോ കേട്ടതും സ്റ്റെല്ല കുതറി. മക്കളെ, വായോ, ആ കുട്ടി എവിടെ? കണ്ടില്ലല്ലോ. അച്ചമ്മ വന്നു എന്ന് മനസ്സിലായതും ഇന്ദ്രൻ തൻ്റെ പിടിവിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഊണുമുറിയിലേക്ക് പോയി. സ്റ്റെല്ല അപ്പോഴും തരിച്ചു നിൽക്കുകയാണ്. അവൻ്റെ ഓരോ ചെയ്തികളും അവളെ ഇക്കിളിപ്പെടുത്തിയിരുന്നു. പരവശയായി അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവളിൽ അറിയാതെ പോലും ഇന്ദ്രൻ്റെ നോട്ടം എത്തിയിരുന്നില്ല. കൃഷ്ണ, ഈ കുട്ടി നോക്കിയ മോനെ, ഒരു കയ്യിൽ പോലും ചോറ് എടുത്തിട്ടില്ല. അച്ചമ്മ പറഞ്ഞപ്പോഴായിരുന്നു ഇന്ദ്രനും ശ്രദ്ധിച്ചത്. കുറച്ച് ചോറും ഒന്ന് രണ്ട് കറികളുമായിരുന്നു അവളുടെ പ്ലേറ്റിൽ ആകെ ഉണ്ടായിരുന്നത്. സ്റ്റെല്ല, കുറച്ച് ചോറും കൂടി എടുത്ത് കഴിക്ക്. ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതും അവൾ വിറച്ചു. എനിക്ക് മതിയായിട്ടാ ഏട്ടാ, വേണമെങ്കിൽ ഇനിയും എടുത്തോളാം, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ലളിതാമ്മേ, അവൻ വിളിച്ചതും കുറച്ച് ചോറ് കൂടി അവർ വന്ന് സ്റ്റെല്ലയുടെ പ്ലേറ്റിൽ ഇട്ടുകൊടുത്തു. സത്യമായിട്ട് ഞാൻ കഴിക്കില്ല, മതിയായിട്ടാണ്, സ്റ്റെല്ല എല്ലാവരെയും മാറി മാറി നോക്കി പറഞ്ഞു. മോളെ, ഇത്തിരി ആരോഗ്യമൊക്കെ വേണ്ടേ? ദേ, ഇവൻ്റെ ഒപ്പം നടക്കുമ്പോൾ ആളുകളൊക്കെ ഇല്ലെങ്കിൽ കളിയാക്കും കേട്ടോ, അച്ചമ്മ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ആകെ ക്ഷീണമാണ് കുട്ടിക്ക്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഒരു കുഞ്ഞുവാവയൊക്കെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അവരത് പറഞ്ഞതും സ്റ്റെല്ലയുടെ നെറുകയിൽ ചോറ് കയറി. അവൾ നിർത്താതെ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അരികിലേക്ക് പോയി. അച്ചമ്മേ, വെറുതെ എന്തിനാ അവളെ പേടിപ്പിച്ചത്? +2 പരീക്ഷയുടെ റിസൾട്ട് പോലും പെണ്ണിന് വന്നിട്ടില്ല. അപ്പോഴാണ് കൊച്ച്. ഇന്ദ്രൻ പറയുന്നത് കേട്ടുകൊണ്ട് ആശ്വാസത്തോടു കൂടി സ്റ്റെല്ല വീണ്ടും ഊണുമേശയുടെ അരികിലേക്ക് വന്നു. എൻ്റെ കുട്ടി പേടിച്ചോ? അച്ചമ്മ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, അവർ പറഞ്ഞതും സ്റ്റെല്ല ഒന്നും മിണ്ടാതെ കൊണ്ട് മുഖം താഴ്ത്തി നിന്നു. കഴിക്കും മോളെ, വന്നിരിക്ക്. ലളിത ചേച്ചി വന്ന് അവളുടെ തോളിൽ തട്ടി. എനിക്ക് വയറ് നിറഞ്ഞു, ഇനി ഒന്നും വേണ്ട, ഒരു തരത്തിൽ അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യത്തിൽ സ്റ്റെല്ലയെ തുറച്ചു നോക്കി. പെട്ടെന്ന് തന്നെ പാവം പെണ്ണ് ഇരുന്ന് കഴിഞ്ഞു. എന്നിട്ട് ഓരോ ഉരുള ഉരുട്ടി മെല്ലെ കഴിച്ചു. മോളുടെ വെയിറ്റ് എത്രയാ? 44, അച്ചമ്മ ചോദിച്ചതും അവൾ മറുപടി കൊടുത്തു. നന്നായിട്ട് എന്തെങ്കിലും കഴിച്ചേ, കാറ്റ് വന്നാൽ താഴെ പോകും കേട്ടോ. യാതൊരു നിർവാഹവും ഇല്ലാതെ കൊണ്ട് അവൾ അതെല്ലാം കഴിച്ചു തീർത്തു. അടുക്കളയിൽ ചെന്ന് പ്ലേറ്റുകളെല്ലാം എടുത്ത് അവൾ കഴുകി വെക്കാനും മറ്റും ലളിത ചേച്ചിയെ സഹായിച്ചു. ഒന്നും ചെയ്യണ്ട എന്ന് 1000 ആവർത്തി അവർ പറഞ്ഞുവെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ജോലികളൊക്കെ ഒതുക്കിയ ശേഷം അവൾ ഹാളിലേക്ക് വന്നു. അച്ചമ്മ കിടന്നു കഴിഞ്ഞു. ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്ക് പേടി തോന്നി. കുറച്ചു മുന്നേ ചെയ്ത പ്രവൃത്തി ഓർത്തപ്പോൾ വെറുതെ നഖം കടിച്ചുകൊണ്ട് അവൾ സെറ്റിയിലിരുന്നു. അപ്പോഴേക്കും കേട്ടു സ്റ്റെല്ല എന്നവൻ നീട്ടി വിളിക്കുന്നത്. അവൾ തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. വാതുക്കൽ വന്ന് അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവനെ അവിടെ എങ്ങും കണ്ടില്ല. പതിയെ അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പിന്നിൽ നിന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ടു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഇന്ദ്രനെ. എന്തിനാ വിളിച്ചത്? പെട്ടെന്നവൾ ചോദിച്ചു. വെറുതെ ഒന്ന് കാണാന്. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ വിളിച്ചത്? അവൻ ചോദിച്ചതും സ്റ്റെല്ല മുഖം താഴ്ത്തി. അമ്മ വരുന്നുണ്ട് ഇവിടേക്ക്. കാലത്തെ കണ്ടില്ലേ, അതാണ് എൻ്റെ അമ്മ മഹാലക്ഷ്മി. നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അടുത്ത് നിന്നാൽ മതി കേട്ടോ. അവൾ തലകുലുക്കി. വാ, കുറച്ച് സമയം കിടക്കാം, പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ബെഡിലേക്ക് പോയി കിടന്നു. പാവം സ്റ്റെല്ല പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. വാടി ഇങ്ങോട്ട്, വിളിച്ചത് കേട്ടില്ലേ നീ? അവൻ ശബ്ദം ഉയർത്തിയതും പേടിച്ചു വിറച്ചു ഇന്ദ്രൻ്റെ അരികിലായി പോയിരുന്നു. പെട്ടെന്ന് അവൻ സ്റ്റെല്ലയുടെ മടിയിലേക്ക് മുഖം ചേർത്ത് കിടന്നുകൊണ്ട് ആ പൂവിതൾ പോലുള്ള വിരലുകൾ എടുത്ത് അവൻ്റെ മുടിയിലൂടെ മെല്ലെ ഓടിച്ചു. കുറച്ചു സമയം അതേ പ്രവൃത്തി തുടർന്ന ശേഷം അവൻ തൻ്റെ കൈ പിൻവലിച്ചു.
സ്റ്റെല്ല പതിയെ അവൻ്റെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിപ്പോയെന്ന്. അപ്പോഴാണ് അവൾ ശ്വാസം പോലും വിട്ടത്. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കും പോലെ തോന്നിയതും സ്റ്റെല്ലയുടെ നെഞ്ചിടിച്ചു. ഇന്ദ്രേട്ടാ, പതിയെ അവൾ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. ഇന്ദ്രേട്ടാ, പുറത്ത് ആരോ വന്നു, ഒന്ന് എഴുന്നേൽക്കാമോ? സ്റ്റെല്ല പറഞ്ഞതും ഇന്ദ്രൻ മുഖമുയർത്തി നോക്കി. എവിടെ അവൻ? എൻ്റെ പുന്നാര മോൻ. പുറത്തു നിന്നും ആരോ വന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ദ്രൻ്റെ അമ്മയാണെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. അമ്മ വന്നു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്നായിരുന്നു സ്റ്റെല്ല അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചത്. എന്താണ് എന്ന അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പേടിയാ. ആരെ? അമ്മയാണോ? നീ വാ പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെല്ലയുടെ വലം കൈയിൽ പിടിച്ചു. ചെന്നു വാതിൽ തുറന്നു വെളിയിലേക്ക് ഇറങ്ങി. കത്തി ജ്വലിച്ചു നിൽക്കുകയാണ് അമ്മ. ഒപ്പം തന്നെ അമ്മാവനുമുണ്ട്. ഉണ്ണിമായുടെ അച്ഛനായ മഹാലക്ഷ്മിയുടെ ഒരേ ഒരു സഹോദരൻ ദേവദത്തൻ. ആരെയും കൂസാതെ കൊണ്ട് ഇന്ദ്രൻ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. സെറ്റിയിൽ ഇരുന്ന ശേഷം ഒരു കാലെടുത്ത് മറുകാലിൽ കയറ്റി വെച്ചു. അരികിലായി നിൽക്കുന്ന സ്റ്റെല്ലയെ പിടിച്ച് കൂടെ ഇരുത്തി. അവളുടെ ശരീരത്തിലെ വിറയൽ അപ്പോഴേക്കും അവനിലേക്കും പടർന്നിരുന്നു. ആരാടാ ഇവള്? ഇങ്ങനെ നിന്റെ കൂടെ പിടിച്ചിരുത്തുവാൻ എന്തു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? എൻ്റെ ഭാര്യ എന്നുള്ള ബന്ധമാണ് ഇവളുമായിട്ട് എനിക്കുള്ളത്. എന്തേ, അമ്മാവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യയോ? എവിടെയോ കുപ്പത്തൊട്ടിയിൽ കിടന്ന പെണ്ണിനെ കൊണ്ടുവന്ന് മടിയിലിരുത്തിയാൽ ഇവളൊക്കെ എങ്ങനെയാ നിന്റെ ഭാര്യയാകുന്നത്? സിംഹാസനത്തിലിരിക്കുന്ന അമ്മാവൻ ഇപ്പോൾ അതറിഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ണിമായുമായിട്ടുള്ള നിന്റെ വിവാഹം നേരത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചതല്ലേ? എന്നിട്ടിപ്പം ഒടുക്കം നീ ഇതുപോലത്തെ പ്രവൃത്തികൾ കാണിച്ചാൽ? അമ്മാവൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച വിവാഹം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. തിരിച്ചിവളും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ വേഗം മടങ്ങുക എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. മറ്റാരും കൈകടത്തുവാൻ ഞാൻ സമ്മതിക്കില്ല. നീ കാണിച്ച ഈ തോന്നിയാസത്തിൻ്റെ പേരിൽ എൻ്റെ മകൾ ഉണ്ണിമായി ഇരുന്ന് കണ്ണീർ വാർക്കുകയാണ്. മര്യാദയ്ക്ക് നീ കോവിലകത്തേക്ക് വരുന്നുണ്ടോ? തൽക്കാലം എവിടേക്കും വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എൻ്റെ അച്ചമ്മയോടും ഭാര്യയോടും ഒപ്പമാണ് ഞാൻ ഇനി കഴിയുന്നത്. സമയം കളയാതെ ഇറങ്ങിപ്പോകാൻ നോക്ക് രണ്ടാളും. ഇന്ദ്ര! അതുവരെ നിശബ്ദയായി നിന്ന മഹാലക്ഷ്മി അവനെ ഉറക്കെ വിളിച്ചു. ശബ്ദമുണ്ടാക്കരുത്. ഇത് ഇന്ദ്രൻ്റെ തട്ടകമാണ്. ഇവിടെ വന്ന് എന്നെ കൂടുതൽ ഭരിച്ചാലുണ്ടല്ലോ, അമ്മയാണെന്നൊന്നും നോക്കില്ല. കൈക്ക് പിടിച്ചിറക്കി വിടും ഞാൻ. അവൻ മുരണ്ടു. വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ രണ്ടാളും പോകൂ. ഒരു മംഗളകർമ്മം കഴിഞ്ഞ വീടാണിത്. അച്ചമ്മയായിരുന്നു അത് പറഞ്ഞത്. ദേ, ഈ തള്ളയാണ് നിനക്ക് എന്തിനും വളം വെച്ച് നൽകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ദ്ര, മര്യാദയ്ക്ക് നീ ഇവളെ പറഞ്ഞു വിട്ടിട്ട് നീ ഉണ്ണിമായെ വിവാഹം കഴിച്ചോളണം. ഇല്ലെങ്കിൽ മഹാലക്ഷ്മി ആരാണെന്ന് നീ അറിയും. അമ്മയുടെ പണി നോക്കിക്കേ. വെറുതെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു കൂവി നാട്ടുകാരെ അറിയിക്കേണ്ട. പിന്നെ അച്ചമ്മയെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞാലുണ്ടല്ലോ. എടാ, നീ ആരോടാണ് ശബ്ദം ഉയർത്തുന്നത് എന്ന് അറിയാമോ നിനക്ക്? ആലോചിച്ച് തീരുമാനിക്കിന്ദ്ര നീ. ഇന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന സ്റ്റെല്ലയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആലോചിച്ചു തന്നെയാ ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ എന്നല്ല, ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരി. അവൻ കടുപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. അന്ന് നിന്നോട് ഇതിൻ്റെ കണക്ക് പറയിക്കും. മഹാലക്ഷ്മിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവദത്തൻ ഉറക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി. പേടിച്ച് വിറച്ചുകൊണ്ട് കുനിഞ്ഞ മുഖത്തോടെ അരികിലുണ്ട്. ഇന്ദ്രൻ അവളുടെ തോളിൽ ഒന്ന് തട്ടിയതും പെണ്ണ് ചാടിപ്പെരണ്ട് എഴുന്നേറ്റു. വീഴല്ലേ കൊച്ചേ, ഇതെന്തൊരു വെപ്രാളമാണ് നിനക്ക്? അവൻ ശബ്ദമുയർത്തിയപ്പോൾ അച്ചമ്മ പോലും ചിരിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം അച്ചമ്മേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും എഴുന്നേറ്റു. മേശമേലിരുന്ന വണ്ടിയുടെ ചാവി എടുത്തുകൊണ്ട് അവൻ സ്റ്റെല്ലയെ ഒന്ന് നോക്കി. സ്റ്റെല്ല, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ അവൻ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി കാണിച്ചു. സത്യം പറഞ്ഞാൽ അവൾക്ക് അപ്പോൾ ആശ്വാസമായിരുന്നു തോന്നിയത്. കാരണം അവൻ എവിടെയെങ്കിലും ഒന്ന് പോകണേ എന്ന് കുറച്ചു നേരമായിട്ട് സ്റ്റെല്ല പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ദ്രൻ്റെ വണ്ടി ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട ശേഷമാണ് അച്ചമ്മ അകത്തേക്ക് കയറി വന്നത്. മഹാലക്ഷ്മി ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഒപ്പിക്കുകയോ ആവോ. എൻ്റെ കുഞ്ഞിന് ഒരു തരത്തിലും അവൾ സമാധാനം കൊടുക്കില്ല. എന്തൊരു ജന്മമാണ് അവളുടേത്. അവൾക്ക് ചേർന്ന ഒരു സഹോദരന്. ആരോടെന്നല്ലാതെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ വന്ന് സെറ്റിയിൽ അമർന്നിരുന്നു. ഒരു കസേരയുടെ തലപ്പത്ത് പിടിച്ചുകൊണ്ട് വെറുതെ നിൽക്കുകയാണ് സ്റ്റെല്ല. എൻ്റെ മോള് പേടിച്ചു പോയി കാണുമല്ലേ?
ഒന്നും ഓർക്കണ്ട കേട്ടോ. അമ്മയും മകനും തമ്മിലുള്ള ഈ വഴക്കും പോരും ഒക്കെ തുടങ്ങിയിട്ട് വർഷം കുറേ ആയതാണ്. എൻ്റെ മോൻ ജീവിച്ചിരുന്നിടത്തോളം കാലം യാതൊരു ദുഃഖവും അറിഞ്ഞിരുന്നില്ല ഇന്ദ്രൻ. പൊന്നുപോലെയായിരുന്നു ഇന്ദ്രൻ ഈ കുടുംബത്തിൽ വളർന്നത്. അവൻ്റെ അച്ഛനെ ദൈവം വിളിച്ചു. അന്ന് തുടങ്ങിയതാണ് ഇന്ദ്രൻ്റെ കഷ്ടകാലം. എന്ത് ചെയ്യാനാ, ഓരോ വിധി. അച്ചമ്മ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നിനും വ്യക്തതയില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും യാതൊരു അറിവും സ്റ്റെല്ലയ്ക്കില്ലായിരുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും ചോദിച്ചു മനസ്സിലാക്കുവാനും പറ്റില്ല. കാരണം ഇന്ദ്രേട്ടനുമായിട്ട് പ്രണയമാണെന്നാണ് എല്ലാവരുടെയും ധാരണ. അതൊട്ടു മാറ്റുവാനും സാധിക്കില്ല. തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇന്ദ്രേട്ടൻ വെറുതെ വിടില്ല എന്ന് അവൾക്ക് നിശ്ചയമായിരുന്നു. അതുകൊണ്ട് അച്ചമ്മ പറയുന്ന കഥകളൊക്കെ കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ അവൾ. വൈകുന്നേരമായപ്പോൾ ലളിത ചേച്ചി സ്റ്റെല്ലയ്ക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ട് വിളിച്ചു. ഊണ് കഴിച്ചത് താമസിച്ചല്ലേ? അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ല ചേച്ചി, സ്റ്റെല്ല പറഞ്ഞു. ഇനി വിശപ്പ് ആകുവാനായിട്ട് എന്തെങ്കിലും മരുന്ന് വല്ലതും മേടിച്ചു കൊടുക്കണം അച്ചമ്മേ. അല്ലാതെ ശരിയാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല ചേച്ചി, അതാണ്. മോളിതൊക്കെ കഴിച്ചു കുടിച്ചിരിക്കെ, ചുമ്മാ ഇരുന്ന് നേരം കളയണ്ടെന്നേ. ലളിത ചേച്ചി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്റ്റെല്ലയാണെങ്കിൽ അച്ചമ്മയോട് അകത്തളത്തിലിരുന്ന് ചായ കുടിച്ചു. ഒപ്പം ഒരു ഉണ്ണിയപ്പവും കഴിച്ചു. ശേഷം നാലുകെട്ടിൻ്റെ മുറ്റത്തൂടെയൊക്കെ അച്ചമ്മയുടെ കൂടെ നടന്നു. ഇന്ദ്രൻ വെച്ച വീടാ ഇത്. 6 വർഷങ്ങൾക്ക് മുന്നേ മഹാലക്ഷ്മിയുമായിട്ട് വഴക്കുകൂടി ഇറങ്ങിപ്പോന്നതാണ് എൻ്റെ അടുത്തേക്ക്. 6-7 മാസം കൂടെ നിന്നു. അതിനോടിടയ്ക്ക് ഈ കാണുന്ന 4 ഏക്കർ സ്ഥലം മേടിച്ചു. എന്നിട്ട് ഇവിടെ വീടും വെച്ചു. സ്റ്റെല്ല ഒന്ന് മൂളി. പാല് കാച്ചിന് കൂട്ടിക്കൊണ്ടു വന്നതാണ്. പിന്നെ വിട്ടില്ല. ഒരുപാട് പറഞ്ഞു നോക്കി, കേൾക്കണ്ടേ. അവൻ്റെ ഒപ്പം അച്ചമ്മയും വേണം. ഒരേ ഒരു വാശി. എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിയേ തീരൂ. ആ ഒരു കാര്യത്തിൽ അമ്മയേക്കാൾ കേമൻ മകനാണത്രേ, സംശയമില്ല. അവൾ പിന്നെയും മൂളിക്കേട്ടു. മോൾക്ക് ഇതൊക്കെ അറിയുമായിരിക്കില്ലേ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആവോ? കുറച്ചൊക്കെ അറിയാം. പറഞ്ഞു കഴിഞ്ഞതും കണ്ടു ഇന്ദ്രൻ്റെ വണ്ടി വരുന്നത്. ഒപ്പം പിന്നാലെ മറ്റൊരു വാഹനവും. അതാരാണാവോ? ഇനിയും ഒരുപാട് അവതാരങ്ങളുണ്ടോ ആവോ? അവൾ ഓർത്തു. കിച്ചു ആണോ ആവോ? അച്ചമ്മ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. ഊഹം തെറ്റിയില്ലെന്ന് തോന്നുന്നു. കിച്ചു വന്നു അച്ചമ്മയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇനി അതാരാണോ? ശത്രുവാണോ അതോ മിത്രമോ? സ്റ്റെല്ല മനസ്സിലോർത്തു. അപ്പോഴേക്കും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വണ്ടിയിൽ നിന്നിറങ്ങി. അടുത്തേക്ക് വന്ന് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ തോളിലെത്തിപ്പിടിച്ച് ഒന്ന് പൊങ്ങിച്ചാടി. അവളുടെ കാതിൽ പിടിച്ചു കുലുക്കുന്ന ഇന്ദ്രനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ചമ്മയുടെ 2ാമത്തെ മകളുടെ മകൾ കീർത്തന എന്ന കിച്ചു ആയിരുന്നു ആ പെൺകുട്ടി. മുട്ടപ്പം ഇറക്കമുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. സ്മൂത്തനിങ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു തലമുടി. തോളിൻ്റെ ഒപ്പം നീളമേ ഉള്ളൂ അവളുടെ സിൽക്ക് പോലുള്ള മുടിക്ക്. ഹൈ ഹീൽഡ് ചെരുപ്പും ഇട്ടുകൊണ്ട് അവൾ ഓടിപ്പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ സ്റ്റെല്ല വിറച്ചു പോയിരുന്നു. അച്ചമ്മേ, ഞാൻ വന്നുല്ലോ. ഓടി വന്നവള് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഇരു കവളിലും മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് നോക്കിയത് സ്റ്റെല്ലയുടെ മുഖത്തേക്ക്. ഇതാരാ അച്ചമ്മേ? അവളെ നോക്കി കിച്ചു ചോദിച്ചു. ദേ, ഈ നിൽക്കുന്ന നിന്റെ വല്യേട്ടനോട് ചോദിച്ചു നോക്കിക്കേ, ഇവൻ പറയും ഇതാരാണ് എന്നൊക്കെ. അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കിച്ചു അവളുടെ പിന്നിലായി വന്നു നിന്ന ഇന്ദ്രനെ ഒന്ന് നോക്കി.